ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് ഗായ്സ് ഈ UK നടക്കുന്നത്? ആകെ പ്രശ്നങ്ങളാണല്ലോ. നമ്മളൊന്ന് വൈറലാക്കണേ പ്ലീസ്. നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരെ, സംഭവം എന്നാ ചോദിച്ചാല്, നമ്മുടെ UK നമുക്കറിയാം ഈ വണ്ടിക്കള്ളന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പുതിയ സംഭവമൊന്നുമല്ല. എത്രയോ വീഡിയോസിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ബട്ട് റീസെന്റ് നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ചൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്ഥലം പറയുന്നില്ല, ആളുടെ പേരും പറയുന്നില്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് വണ്ടി അദ്ദേഹം വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പരസ്യങ്ങളൊക്കെ പുള്ളി കൂടെ കൊടുത്തിരുന്നു പല സൈറ്റുകളിലും. അങ്ങനെ 3-4 ചെറുപ്പക്കാർ പിള്ളേർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും ആ വണ്ടിക്ക് വില പറയുകയും വിലയെല്ലാം ഉറപ്പിച്ചു. അവരെ വണ്ടി എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ അന്നേരം തന്നെ വില അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പറഞ്ഞ പൈസക്ക് തന്നെ അത് എഗ്രി ചെയ്തു. അവർ അന്നേരം തന്നെ അപ്പം തന്നെ പുള്ളിക്കാരൻ അതിന്റെ നിങ്ങൾക്കറിയാലോ V5C എന്ന് പറയുന്ന അതിന്റെ നമ്മുടെ നാട്ടിലെ RC ബുക്ക് പോലത്തെ ഒരു സാധനമാണ്. അത് അന്നേരം തന്നെ പുള്ളിക്കാരന് അതിന്റെ പേപ്പർ ആ ഗ്രീൻ സ്ലിപ്പ് കീറി അദ്ദേഹത്തിന് കൊടുത്തു, ആ പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞ ഉടനെ അന്നേരം തന്നെ ഒരു മൊബൈലിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിന്റെ വീഡിയോസും സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അന്നേരം തന്നെ മണി ട്രാൻസ്ഫർ ചെയ്തതായിട്ട് അവർ മൊബൈലിൽ നിന്ന് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും പുള്ളിക്കാരനെ കാണിച്ചു. പുള്ളിയുടെ പേര് സഹിതം എഴുതിയ സ്ക്രീൻഷോട്ടും കാണിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അവർ ആ വണ്ടിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് ഇവർ ഈ വണ്ടി കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്ക് ആപ്പാട് എന്തോ ആപ്പാടൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇവർ ചോദിക്കുന്നതൊന്നും പുള്ളിക്ക് മനസ്സിലാവുന്നില്ലാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ പുള്ളി ആപ്പാട് ഷോക്കായി ഇത് കേട്ടിട്ട്. അപ്പോൾ പോലീസ് പറഞ്ഞ ഇതാണ്, നിങ്ങളുടെ വണ്ടി നിലയിൽ ഇടിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവർക്ക് കണ്ടുകിട്ടി. മറ്റു പല ബിസിനസ്സും ആയിരുന്നു ആ വണ്ടിക്കകത്ത് ഈ 2 ദിവസം നടന്നത്. ഇലീഗൽ ക്യാഷോ അല്ലെങ്കിൽ ഡ്രഗ്സോ ഇതൊക്കെ ആയിരുന്നു സംഭവം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇത് നിങ്ങളുടെ പേരിലാണ് ഈ വണ്ടി ഇപ്പോഴും കിടക്കുന്നത് എന്നും പറഞ്ഞിട്ടായിരുന്നു സംഭവം നടന്നത്. ആക്ച്വലി അന്ന് തന്നെ ഭാഗ്യവശാൽ ഇദ്ദേഹം ഓൺലൈനിൽ കയറി അത് നമുക്ക് DVLL അറിയിക്കാൻ പറ്റുമല്ലോ ഞാൻ ഈ വണ്ടി വിറ്റതായിട്ട്. പുള്ളി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടത് സത്യത്തിൽ. അപ്പം പോലീസ് പറഞ്ഞത് ഇതാണ് പുള്ളിയോട്, നമുക്കിപ്പം നിലവിൽ അതിന്റെ ഭാഗ്യവശാൽ പുള്ളിയുടെ ഡോർ ക്യാമറയിൽ, അതായത് വീടിന്റെ ഡോർ ക്യാമറയിൽ CCTV ഫുട്ടേജിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ മുഖമൊക്കെ. ഇവരെല്ലാം അണ്ടർ ഏജ്ഡ് ആയിരുന്നു, 18 വയസ്സിന് താഴെയുള്ള പിള്ളേരായിരുന്നു. ഇത് വൻ ഫ്രോഡാണ് ഇപ്പം നടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വണ്ടി വിൽക്കാനോ ഒരാൾ നിങ്ങളുടെ വണ്ടി വാങ്ങാനോ വരികയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് അണ്ടർ ഏജ് ആണോ ഇല്ലെന്ന് ഇവരുടെ ID ചെക്ക് ചെയ്യണമായിരുന്നു. പോലീസ് അദ്ദേഹത്തിനോട് ചോദിച്ചത് നിങ്ങൾ ID എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം വന്നത്. പക്ഷെ അവർക്കറിയാം അത് വണ്ടി മോഷണം തന്നെ ആയിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്ക് അത്ര സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നത്. അത് അണ്ടർ ഏജ് ആയിരുന്നു പിള്ളേര്. 1, 2 ഇവര് ആപ്പൊക്കെ കാണിച്ചത് വെറും തട്ടിപ്പാണ് കേട്ടോ. അതുകൊണ്ട് ആരും വിശ്വസിക്കരുത്. പൈസ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാതെ യാതൊരു രീതിയിലുള്ള പരിപാടിക്കും നമ്മൾ നിൽക്കരുത്. ഫുൾ ഉടായ്പാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു അലേർട്ട് സത്യം പറഞ്ഞാൽ 1 മാസം മുന്നേ ഞാൻ വീഡിയോ ഇടേണ്ടതായിരുന്നു. താടി മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇടാതിരുന്നത്. താടിയൊക്കെ ഇപ്പം സെറ്റ് ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഗൈസ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. വെഹിക്കിൾ ഫ്രോഡ് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അതിനെ അനുവദിക്കരുത്. നമുക്കൊരാനന്ദ കല്യാണം മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ.